കൺമണി, പാപ്പ പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. നീ എവിടെയും പോവല്ലേ, ഇവിടെ തന്നെ ഇരിക്കണ? ഇല്ല പപ്പ, ഞാൻ എവിടെയും പോയില്ല. പപ്പ പോകുമ്പോ പപ്പയുടെ ഫോണൊന്ന് തരണേ. എടി കള്ളി, നീ ഇപ്പൊ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേതിന് ഫോൺ ചോദിക്കുന്നുണ്ടല്ലേ? ലീലേച്ചി പറഞ്ഞായിരുന്നു. ഇല്ല പപ്പ, ആന്റി ചുമ്മാ പറയല്ലേ. കൺമണി ഗുഡ് ഗേൾ ആണല്ലോ. ഒരു വലിയ ഗുഡ് ഗേൾ വന്നേക്കുന്നു. എന്നാ ഇതും പിടിച്ചോണ്ട് ഇവിടെ ഇരിക്കി, പാപ്പ പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് വരാം. വേണ്ട പപ്പ, പപ്പ സാവധാനം ഫ്രഷ് ആയിട്ട് വന്നാ മതി. കൺമണി ഇവിടെ തന്നെ ഇരിക്കുമല്ലോ. ഇവളുടെ ഒരു കാര്യം. ലീലേച്ചി ഇതാ അവിടെ ഇരിക്കുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണേ. ആ കുഞ്ഞ് പോയി ഫ്രഷ് ആയിക്കോ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ, ഞാൻ നോക്കിക്കോളാം. കമ്മണിക്കുട്ടി പോയാന്റി, ആന്റിയോട് കമ്മണി പിണക്കോ? അയ്യോ എന്തു പറ്റി? കമ്മണി എപ്പോഴും ഫോൺ ചോദിക്കാന്ന് പപ്പയോട് പറഞ്ഞില്ലേ? ഞാൻ പിണക്കവാ, മിണ്ടില്ല. അയ്യോ അതിനാണോ പിണങ്ങി? പിണക്കം മാറ്റാൻ ഞാനൊരു സാധനം തന്നാലോ? എന്ത് സാധന? ഒരു ചോക്ലേറ്റ് തന്നാ ഈ പിണക്കം മാറുമോ? മാറും. മോളുടെ പപ്പ പറഞ്ഞിട്ടുണ്ടല്ലോ മോൾക്ക് ഇനി ചോക്ലേറ്റ് കൊടുക്കരുതെന്ന്. അപ്പൊ ഇനി എന്ത് ചെയ്യും? പപ്പയോട് പോയി പണി നോക്കാൻ പറ ആന്റി. പപ്പ ഇപ്പൊ ഫ്രഷ് ആകാൻ പോയേക്കല്ലേ, ഈ സമയത്ത് തന്നോ, പപ്പ കാണാണ്ട് ഞാൻ കഴിച്ചോളാം. അമ്പടി ദാ ഇത് കഴിക്ക്. പപ്പ വരുന്ന മുന്നേ ആ കവർ ഇങ്ങോട്ട് താ. താങ്ക് യു ആന്റി. ആയിക്കോട്ടെ, ഇനി ആ കവർ ഇങ്ങോട്ട് തന്നെ. പപ്പ കണ്ടാലേ എന്നെ വഴക്ക് പറയും. അയ്യേ, ആന്റിക്ക് പപ്പ പേടിയാണോ? ചെറുതായിട്ട്. ആന്റി, എന്റെ പപ്പ പാവാ. ഈ ചോക്ലേറ്റ് കഴിച്ച് കഴിഞ്ഞിട്ടേ ദാ ആയിരിക്കുന്ന പാലെടുത്ത് കുടിക്കണം. ആന്റി എനിക്ക് വേണ്ട, ഐ ഡോണ്ട് ലൈക്ക് മിൽക്ക്. ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഇത് കുടിച്ചേ പറ്റൂ. ആന്റി എനിക്ക് വേണ്ടാഞ്ഞിട്ടാ. നിനക്ക് വലിയ കുട്ടിയാവണ്ടേ, അപ്പൊ പാല് കുടിക്ക്. ആന്റി ഇത് കൊറേ നാളായല്ലോ പറയുന്നു, പാല് കുടിച്ചാ വലിയ കുട്ടിയാവുന്നു. എന്നിട്ട് ഞാൻ എന്താ വലിയ കുട്ടിയാവാത്തെ? അത് ഇനിയും ഒരുപാട് കുടിക്കണം, എന്നാലേ വലിയ കുട്ടിയാവുള്ളൂ. ദാ കുടിക്ക്. അങ്ങനെയാണെങ്കിലേ കമ്മണിക്ക് ഇനി വലിയ കുട്ടി ആവണ്ടല്ലോ. അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവുന്ന? വലിയ കുട്ടിയായിട്ട് നമുക്ക് കല്യാണമൊക്കെ കഴിക്കണ്ടേ? ഒന്ന് പോയാന്റി. അല്ല, ആരെയാ ഇവിടെ കല്യാണം കഴിപ്പിച്ചു വിടുന്നേ? എന്റെ പൊന്നു കുഞ്ഞ്, ഈ പാലൊന്ന് വയറ്റിലെത്താൻ എന്തൊക്കെയോ ഒന്ന് ചെയ്യണം. ഇങ്ങ് തന്നേക്ക് ലീലേച്ചി, ഞാൻ കൊടുത്തോളാം. ശരി കുഞ്ഞ്, ഞാൻ ആഹാരം എടുത്തു വെക്കാം. നിങ്ങൾ എപ്പോഴാ പോകുന്നത്? ഇതാ ഇപ്പൊ ഇറങ്ങും ചേച്ചി, കഴിച്ചിട്ട് പോവാന്ന് കരുതി. ശരി കുഞ്ഞ്, എങ്കിൽ ഞാൻ വേഗം ആഹാരം എടുത്തു വെക്കാം. കൺമണി, ഇനി നമുക്ക് പോവാം. ഓക്കേ പപ്പ, ഞാൻ റെഡി. എങ്കിൽ ആന്റിയോട് പറ. ആന്റി, ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ. അയ്യോ, എന്റെ കമ്മണിക്കുട്ടി പോവാണോ? ആന്റിക്ക് മോളെ മിസ് ചെയ്യുമല്ലോ. കമ്മണിക്ക് ആന്റിയെ മിസ് ചെയ്യുമല്ലോ. സാരമില്ല, 2 months കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വരാമല്ലോ, അല്ലേ പപ്പ? അതെ ലീലേച്ചി, എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങുമോ? ഓക്കെ കുഞ്ഞ്, പോയിട്ട് വാ. ബൈ ആന്റി, നമുക്ക് 2 months കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. പപ്പ, എന്താ മോളെ? ഇനി കുറെ ദൂരമുണ്ടോ നാട്ടിലേക്ക്? ഇനി കുറച്ചുകൂടെ ഉള്ളൂ. എനിക്ക് ബോറടിക്കുവാ പപ്പ. എങ്കിൽ മോളൊരു കാര്യം ചെയ്യ്, കിടന്ന് ഉറങ്ങിക്കോ. മോളൊന്ന് ഉറങ്ങി എണീക്കുമ്പോഴേക്കും നാട്ടിലെത്തും. ആണോ? മോൾ ഉറങ്ങിക്കോ, അവിടെ എത്തുമ്പോ പപ്പ എടുത്തോളാം. വേണ്ട പപ്പ, അവിടെ എത്തിക്കഴിയുമ്പോ പപ്പ എന്നെ വിളിച്ചാൽ മതി, ഞാൻ എണീറ്റോളാം. ഓ അങ്ങനെയാണെങ്കിൽ അങ്ങനെ, ഇപ്പൊ കിടന്ന് ഉറങ്ങിക്കോ. ഓക്കെ പപ്പ. പാറു, നിന്നെ കൊച്ചമ്മ വിളിക്കുന്നുണ്ട്. ശരിടി, ഞാൻ പോയി നോക്കാം. കൊച്ചമ്മ എന്തിനാ എന്നെ വിളിപ്പിച്ചേ? നീയും മീനും കൂടെ ചേർന്ന് ആ മുകളിലെ മുറി ഒന്ന് വൃത്തിയാക്കി ഇട്ടേക്ക്, പെട്ടെന്ന് വേണം. കിച്ചു മോള് വരുന്നുണ്ട്, അവർക്ക് ആ റൂമിൽ പറ്റൂ. ശരി കൊച്ചമ്മ, ഞങ്ങൾ വൃത്തിയാക്കിടാം. മീനു വന്നേ. ഹെടി, ഞാൻ വരണോ? വേണ്ട, നീ വരണ്ട, ഞാൻ കൊച്ചമ്മയോട് പറഞ്ഞോളാം. അയ്യോ വേണ്ട, ഞാൻ വരാം. ഇങ്ങനൊരു മടിച്ച്. കൊച്ചമ്മ മുറി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാനൊന്ന് ഭാസ്കരേട്ടന്റെ കട വരെ പോയിട്ട് വരാം, അവിടെ പാല് കൊടുക്കാനുണ്ട്. അയ്യോ, നീ ഇപ്പൊ പോവുകയാണോ? അവരിങ്ങി എത്താറായി. ഇല്ല കൊച്ചമ്മ, പെട്ടെന്ന് വരാം. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മീനോട് പറഞ്ഞാൽ മതി, അവളുണ്ട് ഇവിടെ. ഇനി ഞാൻ ഇന്ന് ഈ പാല് തൈരാവും, ഞാൻ പെട്ടെന്ന് കൊടുത്തിട്ട് വരാം. ശരി, എങ്കിൽ മോള് വേഗം പോയിട്ട് കൊടുത്തിട്ട് വാ. പാറു, പിന്നെ ചേച്ചിക്ക് മരുന്ന് കൊടുത്തായിരുന്നോ? ആ കൊച്ചമ്മ, ഞാനിപ്പോ കൊടുത്ത് കിടത്തേ ഉള്ളൂ. അമ്മ ഭയങ്കര ഉറക്ക. കൊച്ചമ്മ വിളിക്കാനൊന്നും പോകണ്ട, ഉറങ്ങിക്കോട്ടെ, പാവം ക്ഷീണം കാണും. ഓ, ഞാൻ നിന്റെ അമ്മയുടെ ഉറക്കമൊന്നും കളയുന്നില്ല. നീ വേഗം പാല് കൊടുത്തിട്ട് വന്നേ. ശരി കൊച്ചമ്മ, ഞാൻ പെട്ടെന്ന് വരാം.
കൊച്ചമ്മ ദേ ഒരു കാറ്, അവരാണെന്ന് തോന്നുന്നു. ആണോ, അവരെത്തിയോ? അപ്പച്ചി. ആ മോനെ, എത്ര നാളായി കണ്ടിട്ട്. നിനക്ക് ഇടക്കൊക്കെ ഒന്ന് ഇങ്ങനെ വന്നൂടെ? എന്ത് പറയാനാ അപ്പച്ചി, അവിടെ ഭയങ്കര തിരക്കല്ലേ, എനിക്ക് ഒന്നിനും അങ്ങോട്ട് സമയം കിട്ടുന്നില്ല. പിന്നെ അമ്മ വിളിച്ച് പരാതി പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ 2 മാസത്തേക്ക് വന്നത്. നിങ്ങളൊക്കെ വലിയ തിരക്കുകാര്. പെട്ടെന്ന് ചെല്ല്, അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത് മേടിച്ചോ. അത് ഞാൻ പ്രതീക്ഷിച്ചിട്ടാ വന്നത്. അല്ല, എവിടെ എന്റെ കുറുമ്പി? അയ്യോ, ഇതാരിത്? എന്റെ കൊച്ചങ്ങ് വളർന്നല്ലോ. ആണോ, ഞാൻ വളർന്നു. എന്നിട്ട് ലീലാൻഡി പറയുവാ മോള് വളർന്നിട്ടില്ലെന്ന്. എന്നിട്ട് വളരാൻ വേണ്ടി എന്നെ കൊണ്ട് എന്നും പാല് കുടിപ്പിക്കുമല്ലോ. അയ്യോ, ഈ ലീലയുടെ ഒരു കാര്യം, എന്റെ കൊച്ചിന് ഒരു സമാധാനം കൊടുക്കില്ല. നമുക്കില്ലേ അവൾക്ക് വെളിച്ചത്ത് ചോറ് കൊടുത്തിട്ട് ഇരുട്ടത്ത് കിടത്തി ഉറക്കണം. അങ്ങനെ ചെയ്ത പോരെ? അതെ, ലീലാൻഡി അങ്ങനെ തന്നെ ചെയ്യണം. അതോ, അത് ഇവിടത്തെ ഒരു ചേച്ചിയാ. നിനക്ക് കൂട്ടുകൂടാലോ. എന്നിട്ട് ആ ചേച്ചി എന്താ ഒന്നും മിണ്ടാത്തെ? മോളുടെ പേരെന്താ? കമ്മണി. ആഹാ, നല്ല പേരാണല്ലോ. താങ്ക് യു. ചേച്ചിയുടെ പേരെന്താ? എന്റെ പേര് മീനാക്ഷി. എന്നെ ഇഷ്ടമുള്ളവര് മീനു എന്നാ വിളിക്കുന്നത്. മോൾക്ക് ചേച്ചിയെ ഇഷ്ടപ്പെട്ടെങ്കിൽ മീനു എന്ന് വിളിച്ചോ. ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനും മീനു എന്ന് വിളിക്കാം. ശരി, മോള് വാ. അപ്പച്ചി, ഈ കുട്ടി ഏതാ? അവള് കുറച്ച് അപ്പുറത്തുള്ളയാടാ. പറഞ്ഞ നിനക്ക് അറിയുന്നുണ്ടാവില്ല. അതിനാകെ ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ മാസം മരിച്ചു. അപ്പോ നിന്റെ അമ്മയാ പറഞ്ഞേ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാന്ന്. അതിന് ആദ്യമൊക്കെ ഒരു മടിയായിരുന്നു ഇവിടെ ഇങ്ങനെ നിൽക്കാൻ. പിന്നെ അങ്ങനെ ശീലമായി. അവൾക്ക് കൂട്ടിന് വേറൊരു കുട്ടിയോടെ ഉണ്ട്. അവള് കടയിൽ പോയിരിക്കുക. അമ്മ നോക്കിയിരിക്കുന്നുണ്ടാവും. നീ ചെല്ല്, ഞാൻ ചായ എടുക്കാം. ശരി അപ്പച്ചി. കൺമണി വന്നേ, മുത്തശ്ശിയെ കാണാൻ വാ. ഡാ, മോളുടെ അച്ഛൻ വിളിക്കുന്നു. അച്ഛനല്ല, പപ്പയാ. പപ്പയാണോ? എങ്കിൽ മോളുടെ പപ്പയാണ് വിളിക്കുന്നത്. ചെല്ല്. ആഹാ, മോള് ചേച്ചിയോട് നല്ല കൂട്ടായല്ലോ. അതെ, ഞങ്ങളിപ്പോ ഫ്രണ്ട്സാ. അല്ലേ മീനു? അയ്യോ, മീനു എന്നാണോ വിളിക്കുന്നേ? ചേച്ചിന്ന് വിളിക്ക്. അതൊന്നും കുഴപ്പമില്ല സാറേ, അവള് മീനൊന്ന് വിളിച്ചോട്ടെ. ആ, അവള് മീനു എന്ന് വിളിച്ചോട്ടെ. താനി സാറേന്ന് വിളിക്കണ്ട, ഏട്ടാന്ന് വിളിച്ചോ. ആയിക്കോട്ടെ, അങ്ങനെ വിളിക്കാം. എങ്കിൽ ഞാൻ പോട്ടെ, എനിക്ക് കുറച്ച് പണിയുണ്ട്. ആ ശരി, കാണാം. അമ്മാ. മുത്തശ്ശി. അയ്യോ, എന്റെ കുറുമ്പി വന്നോ? മുത്തശ്ശിക്ക് സുഖാണോ? ഓ, മുത്തശ്ശിക്ക് സുഖാണല്ലോ. എന്റെ കുറുമ്പിക്ക് സുഖമല്ലേ? അതല്ലോ, കമ്മണിക്കും സുഖവാ, പപ്പയ്ക്കും സുഖവാ, ലീലാൻഡിക്കും സുഖവാ. ആണോടി കളിപ്പൂച്ചേ? മുത്തശ്ശി എന്താ പപ്പയോടൊന്നും മിണ്ടാത്തെ? ഞാൻ എന്തിനാ അവനോട് മിണ്ടുന്നെ? അവന് എന്നെ വേണ്ടല്ലോ എന്ന് പോയതാ. ഒന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇവിടെ ഇങ്ങനെ ഒരാളുണ്ടെന്നുള്ള ഓർമ്മയുണ്ടോ നിന്റെ പപ്പയ്ക്ക്? അയ്യോ, പപ്പയ്ക്ക് തിരക്കായതുകൊണ്ടല്ലേ മുത്തശ്ശി. നമ്മുടെ ബിസിനസിന്റെ കാര്യമൊക്കെ പിന്നെ നോക്കണ്ടേ? അത് പപ്പയല്ലേ നോക്കുന്നേ. അത് റെഡി ആവുമ്പോ ഇങ്ങോട്ട് വരുമല്ലോ, അല്ലേ പപ്പ? ഓ, നീയും നിന്റെ ഒരു പപ്പയും. മുത്തശ്ശിക്ക് കുശുമ്പാപ്പേ. മോനെ കിച്ചു, ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ അപ്പച്ചി, ഞാൻ അമ്മയോട് സംസാരിച്ചിട്ട് വരാം. നിങ്ങൾ അവളെ കൊണ്ടുവയ്ക്കൂ. വാ കുറുമ്പി, അപ്പച്ചി പാല് തരാം. അപ്പച്ചി മുത്തശ്ശി, എനിക്ക് പാല് ഇഷ്ടമല്ല, എനിക്ക് ചായ മതി. കൺമണി, പപ്പ പറഞ്ഞിട്ടില്ലേ കുഞ്ഞു കുട്ടികൾ ചായ കുടിക്കരുതെന്ന്? കുഞ്ഞു കുട്ടികൾ ചായ കുടിച്ചാ എന്താ പ്രശ്നം? എന്താ പ്രശ്നം അപ്പച്ചി പറഞ്ഞുതരാം. മോള് വാ. അമ്മ. മോനെ കിച്ചു, സുഖമല്ലടാ നിനക്ക്? ആ അമ്മ, എനിക്ക് സുഖം. അമ്മയ്ക്ക് സുഖമല്ലേ? നീയും കുഞ്ഞും അടുത്തില്ല, ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അമ്മയ്ക്ക്. വേറെ ഒരു പ്രശ്നം എനിക്കിവിടെ ഇല്ല. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നു. ഒരു 4 മാസമായിട്ട് എന്നെ നോക്കാൻ ഒരു കൊച്ചുണ്ട് ഇവിടെ. ആരാ? ആ മീനാക്ഷിയാണോ? ഞാൻ കണ്ടിരുന്നു. അല്ലടാ, അവളല്ല. അവള് വന്നിട്ട് 2 മാസം ആവുന്നതേ ഉള്ളൂ. ഇത് പാർവതി, എന്റെ പാറൂട്ടി. ആ കൊച്ച് എന്നെ എന്തുപോലെയാണെന്നറിയോ നോക്കുന്നേ? സ്വന്തം അമ്മയെ പോലെയാ. എനിക്ക് അവള് മകളെ പോലെയാടാ. നല്ല ഐശ്വര്യമുള്ള കുട്ടിയാ. പിന്നെ അവള് എന്റെ കൂട്ടുകാരിയുടെ മകള് കൂടെയാണ്. ഏത് കൂട്ടുകാരി അമ്മ? നിനക്ക് രാധയെ അറിയില്ലേ? ആ, ആന്റിയുടെ മോൾ. ഓ, ആ പാറുവാണോ ഇത്? അതെടാ, അവളും നീയും നല്ല കൂട്ടായിരുന്നു കുഞ്ഞുനാളില്. നീ അവളെ നിന്റെ ഭാര്യയാണെന്നാ പറഞ്ഞിരുന്നേ അന്ന്. അവളും അതുപോലെ തന്നെയായിരുന്നു. ഇപ്പൊ ആളങ്ങ് വളർന്നു വലുതായി. അത് ശരി, അവളാണല്ലേ. അല്ല, അവളെന്നിട്ട് എവിടെ? അവളെ കണ്ടില്ലല്ലോ. ആ, ഈ സമയമായില്ലേ, പാല് കൊടുക്കാൻ പോയതായിരിക്കും. എന്തായാലും വരാറായി. ആണോ? നീ ചെല്ലടാ, ചെന്ന് ചായ കുടിക്ക്.
അമ്മ കുറച്ച് കിടക്കട്ടെ. ആ അമ്മ, എൻ്റെ കാന്താരി അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞാനൊന്ന് ചെന്ന് നോക്കട്ടെ. ഞാൻ കുറച്ച് സമയം കഴിഞ്ഞിട്ട് വരാം. കൺമണി, എവിടെ നീ? ഞാൻ ഇവിടെ ഉണ്ട്. ആഹാ, ചേച്ചിയുടെ പിറകെയാണല്ലോ. ചേച്ചിയെ ബുദ്ധിമുട്ടിക്കരുതേ. ഹേയ്, എന്ത് ബുദ്ധിമുട്ട്? ഞങ്ങൾ ഫ്രണ്ട്സ് അല്ലേ? അല്ല മോളു? അതെ, ഞങ്ങൾ ഫ്രണ്ട്സാ. പപ്പ, എന്താ മോളെ? ദൂരെന്ന് വെച്ചാ എവിടെയാ പാപ്പ? ദൂരെയോ? നിനക്കെന്തിനാ ഇപ്പൊ ദൂരെ? എന്റെ മമ്മ എവിടെയെന്ന് ചോദിച്ചപ്പോ ആന്റി പറഞ്ഞല്ലോ ദൂരെയാണ്. ദൂരെ എവിടെയാന്ന് അറിഞ്ഞ നമുക്ക് പോവാലോ പപ്പ മമ്മയുടെ അടുത്ത്. മോളെ, നീ എന്താ ഇപ്പൊ ഇങ്ങനെ ചോദിക്കുക? മോൾക്ക് മമ്മയെ കാണാൻ തോന്നുന്നുണ്ടോ? അതെ പപ്പ, എനിക്കെന്റെ മമ്മയെ കാണാൻ കൊതിയാവുക. കമ്മണി ഇതുവരെ മമ്മയെ കണ്ടില്ലല്ലോ പപ്പ. എന്റെ മമ്മ എങ്ങനെ ഇരിക്കും കാണാൻ? മോളെ പോലെ തന്നെ മമ്മ സുന്ദരിയാ. ആണോ? എനിക്ക് കൊതിയാവാ പപ്പ. എനിക്ക് എന്റെ മമ്മയെ കാണണം. മോളെ, കരയല്ലേ? പപ്പ, എനിക്ക് എന്റെ മമ്മയെ കാണണം. എനിക്ക് കാണിച്ചതാ പപ്പ. മമ്മയോട് മോളെ കാണാൻ വരും പപ്പ. അല്ലെങ്കിൽ നമുക്ക് ദൂരെ പോവാം. എന്നിട്ട് മമ്മയെ കാണാം പപ്പ. എനിക്ക് മമ്മയെ കാണണം. എന്റെ ഫ്രണ്ട്സിന്റെ മമ്മയൊക്കെ അവരുടെ കൂടെ തന്നെ ഉണ്ടല്ലോ. എന്റെ മമ്മ മാത്രം എന്താ പപ്പ ദൂരെ പോയേക്കുന്നത്? എന്റെ ഫ്രണ്ട്സിനൊക്കെ ഡ്രസ് ചെയ്ത് കൊടുക്കാനും ഫോട്ടോ എടുക്കാനും അവരുടെ മമ്മ കൂടെ ഉണ്ടല്ലോ. എന്റെ മമ്മ മാത്രം പാപ്പ ദൂരെ ഇരിക്കുന്ന മോളിവിടെ അല്ലേ? അമ്മയ്ക്ക് ഇവിടെ നിന്നാ പോലെ. എനിക്ക് മമ്മയെ കാണണം പാപ്പ. പാപ്പ പറഞ്ഞ മമ്മ കേൾക്കും. ഇവിടെ വന്ന് നീക്കാൻ പറ പാപ്പ മമ്മയോട്. എനിക്ക് മമ്മയെ കാണണം. മോളെ, കരയാതെടാ. ഇങ്ങനെ കരയല്ലേ? എൻ്റെ മോൾക്ക് പപ്പയില്ലേ? പിന്നെ എന്തിനാ ഇങ്ങനെ കരയുന്നേ? എനിക്ക് പപ്പ വേണം, മമ്മ വേണം. എന്റെ ഫ്രണ്ട്സിനൊക്കെ പപ്പയും മമ്മയും ഉണ്ടല്ലോ. എന്റെ മമ്മിയോട് ഇങ്ങോട്ട് വരാൻ പറ പപ്പ. ഹേയ്, പപ്പയുടെ പൊന്ന് കരയാതിരിക്കെ. മോള് കരയുന്നത് മമ്മയ്ക്ക് ഇഷ്ടമല്ലെന്ന്. മോളിനി കരയാതിരിക്കുകയാണെ മമ്മ മോളെ കാണാൻ വരും. ശരിക്കും മമ്മ മോളെ കാണാൻ വരുമോ പപ്പ? അതെ, എൻ്റെ മോളെ കാണാൻ മമ്മ എന്തായാലും വരും. അങ്ങനെയാണ് മോളിനി ഒരിക്കലും കരയില്ല. മമ്മ മോളെ കാണാൻ വരുമല്ലോ. എനിക്ക് അത് മതി. ഇനി ഞാൻ ഒരിക്കലും കരയില്ല പപ്പ. പപ്പയും കരയണ്ട. ഹേയ്, ഇല്ല, പപ്പയും കരയില്ല. அதோ போகின்றது காணல் மேகம், மழையை காணவில்லையே. മമ്മ, இதோ പപ്പ, ദേ മമ്മ. கேட்கும் இசையும் கேட்கவில்லையே. മമ്മ എന്തിനാ മോളെ വിട്ട് ദൂരെ പോയെ? പപ്പ, മമ്മയോട് പറ പപ്പ, മോളെ വിട്ട് എവിടെയും പോകല്ലേ എന്ന്. മോളെ, അത് മോളുടെ മമ്മയല്ല. ഓ പപ്പ, പപ്പ കള്ളം പറയും. എനിക്കറിയാലോ എന്റെ മമ്മയെ. ഇതന്നെയാ എന്റെ മമ്മ. എന്റെ മമ്മയല്ല. പറ മമ്മ, എന്റെ മമ്മയല്ല. കരയാതെ കണ്ണേ, മോളുടെ മമ്മ തന്നെയാ. മമ്മയെ കാണുമ്പോ ചിരിക്കല്ലേ വേണ്ടേ? ഇതെന്താ ഇങ്ങനെ കരയുന്നേ? മോള് വന്നേ, മമ്മ ചോദിക്കട്ടെ. കണ്ട പപ്പ, ഇതെന്റെ മമ്മ തന്നെയാ. മമ്മ എന്നെ എന്ത് വിളിച്ചെന്ന് കേട്ടില്ലേ? മോളെന്നാ വിളിച്ച. ഇതെന്റെ മമ്മ തന്നെയാ പപ്പ. മമ്മ, എന്താടാ കണ്ണ ഇങ്ങനെ കരയുന്നേ? മമ്മ ഇനി മോളെ വിട്ട് ദൂരെ പോവല്ലേ? ഇല്ല, എന്റെ മോളെ വിട്ട് മമ്മ ഇനി എവിടെയും പോയില്ല. അല്ല, എന്റെ കണ്ണ് പാപ്പം കഴിച്ചോ? ഇല്ല. അയ്യോ, പാപ്പം കഴിക്കാതെയാണോ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നേ? വന്നേ, മമ്മ പാപ്പം തരാം.